പ്രിയമുള്ള പ്രേക്ഷകരെ, നാളെ 1200 ചിങ്ങമാസം 4-ാം തീയതി, അതായത് 2024 ഓഗസ്റ്റ് മാസം 20-ാം തീയതി ചൊവ്വാഴ്ച. നാളത്തെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:19 അസ്തമയം വൈകിട്ട് 6:38 നാളത്തെ ചൊവ്വാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാകുന്നു. 3 മണി മുതൽ 4:30 വരെയുള്ള സമയം. എങ്കിലും സൂര്യോദയം 6:19 ആകയാൽ 3:19 മുതൽ 4:49 വരെയുള്ള സമയം നിങ്ങൾ രാഹുകാലമായി കണക്കാക്കേണ്ടിയിരിക്കുന്നു. നാളത്തെ നക്ഷത്രം ശക്തമായ ചതയം നക്ഷത്രമാകുന്നു. നാളത്തെ തിഥി കൃഷ്ണപക്ഷ പ്രഥമ തിഥിയാകുന്നു. പൗർണമി കഴിഞ്ഞ് ചന്ദ്രൻ കറുത്തപക്ഷത്തിലേക്ക് വരികയാണ്. ആദ്യത്തെ ദിനമാകുന്നു പ്രഥമ, പ്രതിപദം എന്ന് നാം പറയും. കറുത്തപക്ഷത്തിലെ പ്രതിപദം പ്രഥമ അത്ര ഗുണമുള്ള തിഥിയല്ല. ദാരിദ്ര്യം പ്രതിപദം കുര്യാത്. പ്രതിപദം തിഥി, ഒന്നാമത്തെ തിഥി വരുമ്പോൾ അത് ദാരിദ്ര്യത്തെ ഉണ്ടാക്കുന്നു. അത് വെളുത്തപക്ഷത്തിലായാലും കറുത്തപക്ഷത്തിലായാലും ഒരേ ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കറുത്തപക്ഷത്തിലെ പ്രതിപദം പ്രായണ ബലവാനാണ്. അത് 5-ാം തീയതി വരെ പ്രായണ ചന്ദ്രൻ ബലവാനാണ്. നേരെ മറിച്ച് അമാവാസി കഴിയുന്ന പ്രതിപദം വളരെ ദുർബലമാണ്. എങ്കിലും സാമ്പത്തിക വിഷയത്തിലുള്ള തീരുമാനങ്ങളൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കുക. നാളെ ചൊവ്വാഴ്ചയാണ്. അനാവശ്യമായ കലഹങ്ങളും വിവാദങ്ങളും ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക. നാളെ നിങ്ങൾക്ക് ശുഭമുഹൂർത്തങ്ങൾ നിർബന്ധമാണെങ്കിൽ കാലത്ത് 9:20 മുതൽ 10:15 വരെയുള്ള സമയം നിങ്ങൾക്ക് സ്വീകരിക്കാം. അതേ രീതിയിൽ ഉച്ചയ്ക്ക് 1:20 മുതൽ 2:15 വരെയുള്ള സമയവും ശുഭകാര്യങ്ങൾക്കായി നിങ്ങൾക്ക് വിനിയോഗിക്കാം. നാളെ ഒരു പ്രത്യേകത ഉള്ള ദിവസമാണ്. നാളെ ചതയം നക്ഷത്രമാകുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, എല്ലാം ഒരു മനുഷ്യൻ മാത്രം എന്ന് ഉദ്ഘോഷിച്ച് നമ്മെ പഠിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവും തത്വചിന്തകനുമായ ശ്രീനാരായണ ഗുരുവിൻ്റെ ജയന്തി ദിനമാകുന്നു നാളെ. അതിനാൽ നാളെ തെരുവുകളിലൊക്കെ മഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് മഞ്ഞ കൊടികളൊക്കെ ഏന്തിക്കൊണ്ട് നമുക്ക് നല്ല ശോഭയാത്രകൾ നാളെ കാണാം. കേരള സമൂഹത്തിനെ മുഴുവനും ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിലൂടെ മാറ്റിമറിച്ച ആ ശ്രീനാരായണ ഗുരുവിന് ആദരാഞ്ജലികൾ ഡോക്ടർ മാരാർജി നേരുന്നു. നാളെ നിങ്ങളുടെ പ്രാർത്ഥന കാലത്തായാലും വൈകിട്ടായാലും ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന പ്രാർത്ഥനയാണ്. നല്ല സർപ്പക്ഷേത്രത്തിൽ പോയി ആയില്യപൂജ, സർപ്പബലി അവിടെ വഴിപാടായി സമർപ്പിക്കുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വളരെ ശോഭനമായ നിങ്ങളുടെ നാളെ, ഒരു ചൊവ്വാഴ്ച നല്ല നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.